ഞാൻ യൂറോപ്പിൽ നിന്ന് വന്ന നഗ്നതയെ കുറിച്ച് പഠിച്ചപ്പോൾ എന്നെ ആദ്യം എന്റെ എന്താ പറയാ, എന്റെ ആത്മാവിന്റെ ശരീരത്തിന് എനിക്ക് മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അതായത് ഒരു നൂലില്ലാതെ കേംബ്രിഡ്ജിൽ ക്ലാസ് എടുക്കുന്ന പ്രൊഫസർമാരുണ്ട്, സ്ത്രീകൾ. എന്ത് 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 പറഞ്ഞോ ഞാനിപ്പോ? എന്താ പറഞ്ഞു? എന്താ ഞാൻ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഞാനതാ പറഞ്ഞത്, ഇങ്ങനത്തെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ സൊസൈറ്റിക്ക് അത് കൊടുക്കാൻ കഴിയില്ല. എങ്ങനെ ഞാൻ കൊടുക്കുക? എന്താ പറഞ്ഞേ? എന്ത് മനസ്സിലായില്ല? അത് പറഞ്ഞ മനസ്സിലായില്ലേ? ഹിസ്റ്ററി, ജോഗ്രഫി മനസ്സിലായില്ലേ? എക്കണോമിക്സ്, ഇതിലൊക്കെ ക്ലാസ് എടുക്കുന്ന ലോകം കണ്ട ബ്രില്യൻ്റായ സ്ത്രീ പ്രൊഫസർമാർ ഒരു നൂലില്ലാതെ ക്ലാസ് എടുക്കുക. ഒരു നൂലില്ലാതെ ക്ലാസ് എടുക്കുക. ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ, നിങ്ങൾക്ക് എന്താ എന്താ ഒരു എന്നെ നോക്കി പഠിപ്പിക്കും? ഞാൻ നിങ്ങളെ അവസരത്തിൽ കളവ് പറയും. ഇത് നിനക്ക് ഈ ഒക്കെ ഒരു അന്തള്ള ആളാണെന്ന് ഞാൻ വിചാരിച്ചത്. നിനക്കൊന്നും അന്തല്ലടോ. നിനക്കെ കണ്ട എൻ്റെ അന്തം പോ. ചോദിക്കട ആണുങ്ങളുണ്ടെങ്കിൽ നിനക്കൊന്നും അന്തല്ലടോ. ഒരന്തമില്ല. ഞാൻ യൂറോപ്പിനെ തടയാനുള്ള കാരണം അതാണ്. ഭയങ്കരം. അത് ഇവിടത്തെ വരാൻ 10 കൊല്ലം വേണ്ടിയിട്ടില്ല. കാരണം കുത്തൊഴുക്കാണ് യൂറോപ്പിൻ്റെ. ഭയങ്കര. എന്താ പറഞ്ഞ ഞാൻ? കേംബ്രിഡ്ജിൽ ക്ലാസ് എടുക്കുക, മുന്നിൽ വിദ്യാർത്ഥികളും പെണ്ണുങ്ങളും ആണുങ്ങളും നിറയെ ക്ലാസ്സിൽ. എന്നിട്ട് ഈ പ്രൊഫസർ സ്ത്രീയായ ഈ കണ്ടാൽ സൗന്ദര്യമുള്ള നിറഞ്ഞ സൗന്ദര്യമുള്ള ഈ പ്രൊഫസർ, ഒരു പെണ്ണ പ്രൊഫസർക്ക് എന്തില്ല? എന്താണോ നിങ്ങൾക്ക് പറയാൻ വേണ്ടി? എന്തില്ല? തലമുതൽ കാല് വരെ ഒരു നൂലില്ല. എന്നാൽ ഇവർക്കാർക്കെങ്കിലും വല്ല വിഷമമുണ്ടോ? അതുമില്ല. ക്ലാസ്സിൽ കൃത്യമായി കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഉൾക്കൊള്ളുന്നില്ല. എന്തുകൊണ്ട്? യൂറോപ്പിന് അങ്ങനെ നിയമമല്ല. ഒരാളെ മേൽ സ്വാതന്ത്ര്യം, അത് ഇന്ത്യയിൽ നടക്കൂല. ഇനി നടക്കും, ഇപ്പോൾ നടക്കൂല. എന്തുകൊണ്ട്? അത് അയാൾ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിന്റെ മേൽ യൂറോപ്പ് കൈവെക്കൂല. ഇവിടെ ചില സോഷ്യൽ നിയമങ്ങളുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ നടക്കൂല. ഞാൻ ഇന്ത്യയിൽ ഭയപ്പെടുന്നത് BJP അല്ല. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇയാൾ BJP ഇഷ്ടം പോലെ പറയാം, എന്നൊക്കെ നിങ്ങളിഷ്ടം. ഞാൻ ജൂതന്മാരെ ഏജന്റാണ്, ഞാൻ എന്താ പറയുക BJP ഏജന്റാന്നൊക്കെ പറഞ്ഞ് സന്തോഷം കൊണ്ട കുറെ ആളുകൾ ഈ ഇടക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ ഇന്ത്യയിൽ ഭയപ്പെടുന്നത് ഒരിക്കലും BJP അല്ല. BJPക്ക് ഒരു തരത്തിലുള്ള മൊറാലിറ്റി നിർബന്ധമാണ്. ഞാൻ ഇന്ത്യയിൽ ഭയപ്പെടുന്നത് BJPക്ക് ശേഷം വരുന്ന ഇടതുപക്ഷത്തെയാണ്. ആ ഇടതുപക്ഷത്തിൽ കോൺഗ്രസും പെടും. കോൺഗ്രസ് ഒരു ഇടതുപക്ഷ കക്ഷിയാണ്. അത് ഞാൻ ഭയപ്പെടാണ്. BJPക്ക് ശേഷം വരുന്ന കോൺഗ്രസ് വളരെ അപകടകരമായിരിക്കും. ഞാനെപ്പോഴും ഇങ്ങനെ ഒരു തരം ബുദ്ധിയിൽ വികൃതിയുള്ള ഒരാളാണ്. നേരെ കേൾക്കാൻ തൂക്കാൻ ചിന്തിക്കുക. BJP ഞങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? BJP എന്നത് ഞാൻ BJPയെ പാത്തോൽക്കരിക്കല്ല. നിങ്ങൾ BJPയെ ഭയപ്പെടുന്നത് എന്താണ്? അകാരണമായി ജയിലിലിട്ടോ അങ്ങനെ ഇതൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചാലും ഫിസിക്കലായ നഷ്ടം ഉണ്ടാവുള്ളൂ. അതേ സമയത്ത് മനസ്സിലായില്ല, അതേ സമയത്ത് ഇടതുപക്ഷം ഒരു സംസ്കാരത്തെ കൊണ്ടുവരും. ആ സംസ്കാരം ആപത്തായിരിക്കും, ഭയങ്കര ആപത്തായിരിക്കും. അത് നമുക്ക് തടുക്കാൻ കഴിയില്ല. അത് ഭയങ്കര. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ലോകത്ത് വലതുപക്ഷ തീവ്രതയുടെ കാലം കഴിഞ്ഞു. 2030 കൂടെ വലതുപക്ഷ തീവ്രത ലോകത്തെവിടെയും അവസാനിക്കും. ഫാസിസ്റ്റ് ഭരണകൂടങ്ങളെല്ലാം 2030 മുമ്പ് തന്നെ നിലം പൊത്തും. പിന്നീട് ഇടതുപക്ഷത്തിന്റെ കാലം വരും. പക്ഷെ ആ ഇടതുപക്ഷത്തിന്റെ പ്രശ്നം ലിബറലിസം, മൊറാലിറ്റി തൊട്ട് തീണ്ടൂല. എന്തു ചെയ്യും? ഒരാൾ ഇന്നിപ്പോ ഒരു ഭാര്യയും ഭർത്താവും തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ കെട്ടിപ്പിടിക്കണണ്ടാൽ
നാട്ടുകാർ കൂടില്ല. അതല്ലേ ഇപ്പത്തെ ഇന്ത്യൻ എന്തെങ്കിലും ആണോ അല്ലേ? അപ്പൊ ഇയാൾ പറഞ്ഞു നിന്റെ പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങളോ പെരിക്കൊണ്ടവിടെ മനുഷ്യർ കൂടിയാക്ക. എന്താ യൂറോപ്പ്? നീ യൂറോപ്പിനെ പറയാ. ബസ് സ്റ്റോപ്പിലേക്ക് ബസ് കയറാൻ വേണ്ടി ഒരു യൂറോപ്യൻ വനിത വന്നു, വേറെ വന്നു. ബസ് ഇറങ്ങിയ 10 മിനിറ്റ് ഉണ്ട്. 10 മിനിറ്റ് വെറുതെ കളയില്ല. ഇത് എന്നോട് പറഞ്ഞത് നോർവേയിൽ ഇപ്പൊ ജോലി ചെയ്യുന്ന എന്റെ ഒരു സുഹൃത്തുണ്ട്. എന്നോട് പറഞ്ഞു ഞാൻ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ബസ് എത്തിക്കാണ് ഉസ്താദെ. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടം പറഞ്ഞു ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി ഉസ്താദെ. എന്റെയുടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയത് അല്ല, പുറത്ത് ഭയങ്കര തണുപ്പാണ്. എന്നാണ് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി. അവിടെ വേറെ സ്ത്രീ ബസ് എത്താൻ വേണ്ടി വന്നിട്ടുണ്ട്, ഒരു പുരുഷനുണ്ട്. അവര് തമ്മിൽ പല കളികളും തുടങ്ങിയപ്പോ പിന്നെ അത് കണ്ടിക്കാൻ കഴിയാതെ ഞാനോട് ഭാര്യ ഭർത്താക്കന്മാരായിക്കൂടെ? ഭാര്യ ഭർത്താക്ക അല്ല. അതായത് ഇയാളോട് പറയും ചെയ്തു ബസ് വരാൻ 10 മിനിറ്റ് ഉണ്ട്, അപ്പൊ അത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ച് വെറു കെട്ടിപ്പിടിക്കാണ് രണ്ടാളും. ഇതാണോ യൂറോപ്പ്? ഇതാണ് ഹൈനൈസേഷൻ, ഇതാണ് ഉൽപ്പന്നം, അതിന് വിട്ട സ്വാതന്ത്ര്യം. ഇത് പൗരസ്ത്യ രാജ്യത്തിന്റെ രീതിയല്ല. പൗരസ്ത്യ രാജ്യങ്ങളിൽ ഒരു സല്ലംബം പോലും പരസ്യമായി സ്വന്തം ഭാര്യമാരോട് നടത്തൂല. ഇതാണ് എന്ത്? ഹൈന്ദവത അല്ലെ? പറ, അതാണ് ഹൈന്ദവത, അതാണ് ക്രൈസ്തവത, പൗരസ്ത്യ ക്രൈസ്തവത, അതാണ് ഇസ്ലാം, അതാണ് പൗരസ്ത്യ ജുഡായിസം, അതാണ് സൗരാഷ്ട്രനിസം. മനസ്സിലായോ? എന്തുകൊണ്ട്? അതിന് വളരെ കൃത്യമായി മൊറാലിറ്റി അത് നഷ്ടപ്പെട്ടു. അന്യന്റെ ഒരു കാലം വരും. എവിടെ വരും? നിങ്ങൾക്കിടയിൽ. നിങ്ങളെ നാടേതാ? പൗരസ്ത്യ രാജ്യങ്ങൾ. എന്താണ് വരിക? ഒരാൾക്ക് ഒരു പെണ്ണിനെ വ്യഭിചരിക്കും നടു റോട്ടിൽ. ഈ രണ്ടാളെ എടുക്കാൻ ഒരാൾ ഉണ്ടാവില്ല. നിങ്ങൾ ഉറങ്ങുന്നുണ്ടാ? എന്താ പറഞ്ഞ്? ഇത് എന്നോ നടക്കുന്നുണ്ട്. എവിടെ? യൂറോപ്പിൽ. അത് യൂറോപ്യൻ സംസ്കാരമാണ്. അത് എവിടെയൊക്കെ കയറി വരിക? ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക്. ഖിയാമത്ത് നാൾ അടുത്താൽ എന്താ ഉണ്ടാവുക? ഇത് യൂറോപ്പിനെ പറ്റി പറഞ്ഞല്ല. യൂറോപ്പിൽ ഈ പരിപാടി ആരുടെ കാലത്തുണ്ട്? നബിയുടെ. മനസ്സിലായില്ല? ആരാന്റെ പെണ്ണ് അവനാന്റെ പെണ്ണ് എന്ന വ്യത്യാസമില്ലാതെ അവനാന്റെ പെണ്ണിന് ആരാന് കൊടുക്കുക, അവനാന് വരിക. ഈ അടുത്ത കാലത്ത് എത്ര കേസുകൾ നമ്മുടെ നാട്ടിലുണ്ടായി? ഇത് ഏഷ്യ നമസ്കാരമാണോ? പറയണോ? ഇപ്പൊ അത് ചർച്ചയാവുന്നില്ല. എന്തുകൊണ്ട്? ഇതിനകത്തൊക്കെ ആളുകൾ നിർത്തി. അവരൊക്കെ സ്വാലിഹ്യങ്ങളായി തോപ ചെയ്തു. 25 കരിഞ്ഞു, നിർത്തി. നിങ്ങളെവിടുന്നാ വരുന്നത്? ഇപ്പൊ അത് ചർച്ചയാക്കുന്നതിനേക്കാൾ അത് പരസ്യമായി കഴിഞ്ഞു. ഇനി അത് എന്താവൂല? ഇനി ചർച്ചയാവൂല. എന്തോ ഇനിപ്പരിച്ച് പറയണ വർത്താനം ഇതൊക്കെ ഒരു വിഷയമാണ്. അങ്ങനെ അറിഞ്ഞാലോ പറഞ്ഞോ മോശക്കാരനായി. മോശക്കാരനാണ്. അത് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഏഷ്യൻ ആഫ്രിക്കൻ ജനത മാറി. ഈ മൈൻഡ് സെറ്റിലാണ് പണ്ടെന്നെ ഏത് യൂറോപ്പ്. അതാണ് പടിഞ്ഞാറിന്റെ സൂര്യോദയം. എവിടെ? കിഴക്കൻ സൂര്യോദയം. ഇതാണ് എന്ത് ലോകാവസാനത്തിന്റെ സ്പിരിച്വൽ മീനിങ്. പടിഞ്ഞാറ് സൂര്യൻ ഒരിക്കൽ പടിഞ്ഞാറിന്റെ സൂര്യൻ എവിടെ ഉദിക്കുക? കിഴക്കുദിക്ക. ഒരു മീനിങ് അതാണ്. അതിന്റെ ശരിയായ അർത്ഥമല്ലേ ഞാൻ ഈ പറഞ്ഞത്. അത് അങ്ങനത്തെ ഒരു ഒരിക്കലുണ്ടാവും. പക്ഷെ അതേ സമയത്ത് അതിന്റെ ഒരു നമ്മൾ മനസ്സിലാക്കാത്ത സ്പിരിച്വൽ മീനിങ് നൂറ്റാണ്ടുകൾക്ക് നേരത്തെ ഇവിടെ സംഭവിച്ചു. നിങ്ങളത്തെ ആലോചിക്ക്. ഏത് നിരീശ്വരവാദിയും പൗരസ്ത്യ രാജ്യങ്ങൾ നിരീശ്വരവാദിയുടെ ഭാര്യയും നിരീശ്വരവാദിയും യാത്ര ചെയ്യുന്ന സമയത്ത് അവൾ ഇരിക്കുന്ന സീറ്റിന്റെ അടുത്തുള്ള കമ്പിമ ഒരു ആൾ വന്ന് ചാരിന്നാൽ വരെ ഇവൻ ചൂടാവില്ല. ഇത് ഈ നിരീശ്വരവാദിക്ക് എവിടെ നിന്ന് കിട്ടി? മതത്തിന്റെ മൊറാലിറ്റി കിട്ടി. പൗരസ്ത്യ മൊറാലിറ്റിയാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? എന്നോട് പറഞ്ഞു ഓന്റെ പെണ്ണുങ്ങള് ഉള്ള അതേ തന്നെ വന്ന് 2 വട്ടം ചാരി കണ്ടക്ടർ. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത്? ഞാനിവിടെ നിന്ന് ഈശ്വരാജ്യം ഇന്നെന്ന്. അങ്ങനെ ഇവിടെ തന്നെ വേറെ അവിടെ ഇവിടെ ഒക്കെ കമ്പിണ്ട്. ഇവിടെ തന്നെ എനിക്ക് ചാരണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ എണീക്കാം. മനസ്സിലായില്ലേ? ഇരുന്നോ? പിന്നെ ചാരി ഇറങ്ങാൻ വേണ്ട. ഇതാണ് എന്ത് പൗരസ്ത്യ മൊറാലിറ്റി. ഇത് പൗരസ്ത്യ രാജ്യങ്ങൾ മതങ്ങളൊക്കെ ഉണ്ടാക്കാൻ പടിഞ്ഞാറിന്റെ വരുവാൻ കഴിയും. ചെവി മുറിച്ചങ്ങൾ കഴിയും.
പാശ്ചാത്യ രാജ്യത്തിനായ ഒരു മതത്തിന്റെ, ഒരു ധാർമ്മിക മതത്തിന്റെ, ഒരു ദൈവിക മതത്തിന്റെ പേര് പറഞ്ഞാൽ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന, എന്നെങ്കിലും ലോകത്ത് നിലനിന്നിട്ടുള്ള ഒരു ധാർമ്മിക മതത്തിന്റെ പേര് പറഞ്ഞാൽ, പടിഞ്ഞാറ് ഉദയം ചെയ്ത ഒരു ധാർമ്മിക മതത്തിന്റെ പേര് പറഞ്ഞാൽ വലത്തെ ചെവി മുറിച്ചിട്ട് അയാളെ കയറ്റുന്നു. അങ്ങനെയില്ല. ധാർമ്മിക മതങ്ങളെല്ലാം എവിടെ ഉണ്ടായത്? കിഴക്കൻ രാജ്യങ്ങളിൽ, പൗരസ്ത്യ രാജ്യങ്ങളിലായതാ. മനസ്സിലായില്ലേ? ജൂദായിസം എവിടെ ഉണ്ടായി? കിഴക്കൻ രാജ്യത്തുണ്ടായി, പൗരസ്ത്യ രാജ്യത്ത്. ക്രിസ്ത്യാനിറ്റി, ഹിന്ദുമതം, ജൈനമതം, ബുദ്ധമതം, സൗരാഷ്ട്രമതം, ഇസ്ലാം. ഇതല്ലേ എന്ത് ഇതല്ലേ മോറൽ റിലിജിയൻസ്? ഇതൊക്കെ എവിടെ ഉണ്ടായതാണ്? പൗരസ്ത്യ രാജ്യത്ത്. പാശ്ചാത്യത്തിൽ കട്ടുണ്ടായി നാശാക്കി. പടിഞ്ഞാറുകാരുടെ വയല് ആലോചിച്ചേ കേൾക്കാൻ പാടുള്ളൂ. ഒന്നുകൂടി നോക്കണം. എന്തുകൊണ്ട്? അവരുടെ സംസ്കാരം വേറൊന്നാണ്, അവരുടെ എക്കണോമി വേറൊന്നാണ്. പടിഞ്ഞാറുള്ള ചില പ്രഭാഷകരെ ഫോളോ ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഞാനതൊന്നും ചെയ്യരുതെന്ന അഭിപ്രായക്കാരനാണ്. ഇത് ഇയാൾക്ക് കണ്ണുകടിയാന്ന് വിചാരിച്ച അല്ല, ഇക്കൊന്നും പ്രശ്നമൊന്നുമില്ല. എന്നാലും എവിടെയെങ്കിലും പേക്കും. ഇവിടെ അങ്ങനെയല്ല. ഞാൻ സന്ധിക്കാൻ ചിന്തിക്കണം. സിറാത്ത് മുഹമ്മദ്, മുഹമ്മദ് എന്നെ മുഹമ്മദീയ മാർഗത്തിൽ എത്രത്തോളം ഞാൻ പറഞ്ഞു എന്നാൽ മനസ്സിലായില്ലേ? പോർച്ചുഗീസുകാരുടെ ഒന്നാം അധിനിവേശം വരുന്നത് AD 1502 അന്ന് ഇവിടെ ആര് ജീവിച്ചിരിപ്പുണ്ട്? മഖ്ദൂം ഒന്നാമൻ. അതൊക്കെ അനുഗ്രഹാണോ. അതുകൊണ്ട് നമുക്ക് പോർച്ചുഗീസിനെ എതിർക്കേണ്ട കാരണവും, ഈ പോർച്ചുഗലിൽ നിന്ന് ഒരു ഭരണാധികാരി ഇവിടെ വന്ന് ഭരിക്കണ ആർക്കെതിരില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഒന്നുണ്ടായി. നിങ്ങൾക്കിത് മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കിയത് ദയവായി. അതായത് ഒരു പോർച്ചുഗീസുകാരനായ ഒരു ധർമ്മനിഷ്ഠനായ നീതിമാനായ ഒരു ഭരണാധികാരി കേരളം ഭരിക്കുന്നതിന് ആർക്കെതിരുണ്ടാവില്ല? സാമൂതിരിക്കല്ല കുട്ടി. മഖ്ദൂം ഒന്നാമൻ എതിരുണ്ടായിക്കൊള്ളുന്നില്ല. മഖ്ദൂം ഒന്നാമൻ എത്രയേ ഉള്ളൂ? മഖ്ദൂം ഒന്നാമനാണെങ്കിൽ തലപ്പന നമ്പൂരിയാണെങ്കിൽ തലപ്പന നമ്പൂരിയാണ് അക്കാലത്തോടെ പ്രധാനപ്പെട്ട ഒരു നമ്പൂതിരി. അവർക്കൊന്നും എന്തിനെതിരുണ്ടാവില്ല. ഇപ്പോൾ വേറൊരാൾ വന്ന് ഭരിച്ചു, അതൊന്നും അവരെ ചർച്ചയല്ല. ആര് ഭരിച്ചു ആര് ഭരിച്ചില്ല അതൊരു വിഷയമല്ല. ഇവിടെ ധർമ്മവും നീതിയും സത്യമൊക്കെ ഉണ്ടാകണം. അതിൻ്റെ ലാഭം നഷ്ടമൊക്കെ അവരേറ്റോട്ടെ. ഒരു നമ്പൂതിരി ആയാലും, ഒരു ഫാദർ ആണെങ്കിലും, ഒരു ബിഷപ്പായാലും, ഒരു മുസ്ലിയാരായാലും അവരൊന്നും ഭരണകൂടത്തിൽ തലയിട്ട ഒരു കാലം ചരിത്രത്തിൽ ഈ അടുത്ത കാലത്തല്ലാതെ ഉണ്ടായിട്ടില്ല. അതിനൊരു കാരണമുണ്ട്, പിന്നെ പറയാം. ഇപ്പം തലയിടുന്നുണ്ട്, അതിന് കാരണമുണ്ട്, പിന്നെ പറയാം. മൂല്യന്മാർ ഭരണകൂടത്തിൽ ഇടപെടുക. മൂല്യന്മാർ ഭരണകൂടത്തിൽ എപ്പോഴാണ് ഇടപെടുക? വഴിവിട്ടു പോകുമ്പോൾ. അത് പാടില്ല കേട്ടോ. ആര് ഭരിച്ചു എന്ന് മൂല്യക്ക് വിഷയമല്ല, നമ്പൂരിക്കും വിഷയമല്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? ക്രിസ്ത്യ ഫാദറിന് വിഷയം. അവരൊക്കെ ആരാണ്? അവർക്ക് ഈ ലോകത്ത് ധർമ്മം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന. പിന്നെ പോർച്ചുഗീസുകാർ വന്നപ്പോഴേത്തിന് ഇവർ 3 കൂട്ടരും, അതായത് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളും പിന്നെ ഹിന്ദു സന്യാസിമാരും ഇവരെല്ലാവരും കൂടി തച്ചോളി ഒതേനൻ്റെ കാലത്താണ് മഖ്ദൂം മരക്കാര് കുഞ്ഞാലി മരക്കാര് മഖ്ദൂം ഒന്നാമന് തച്ചോളി ഒതേനന് ഇവരൊക്കെ ഒരു കാലക്കാരാണ്. മനസ്സിലായില്ലേ? ഇവരെല്ലാം ഒരുമിച്ചാണ് നിൽക്കുന്നത്. ആർക്കെതിരെ? പോർച്ചുഗീസിനെതിരെ. തച്ചോളി ഒതേനൻ പോർച്ചുഗീസിനെതിരാണ്. മേപ്പയിൽ കുറുപ്പ് ഒരു ഹൈന്ദവ നേതാവാണ്. അദ്ദേഹം പോർച്ചുഗീസുകാർക്ക് എതിരാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അവരൊക്കെ പോർച്ചുഗീസ് ആരും എതിരാണ്. തലപ്പനമ്പൂതിനെതിരാണ്. ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ മുഴുവൻ എതിരാണ്. മുസ്ലിം നേതാവാണ് ആര്? മഖ്ദൂം ഒന്നാമൻ. എന്നിട്ട് അതിന് പറയാൻ ന്യായം എന്താണെന്ന് പറയും. എന്താ ന്യായം? എന്തിനുകൊണ്ടാണ് പോർച്ചുഗീസുകാരെ തടയുന്നത്? സാമൂതിരിക്ക് ഭരണം നഷ്ടപ്പെടുന്നല്ല. പറയും, അവർ മദ്യപാനം നമ്മുടെ നാട്ടിൽ സാർവത്രികമാക്കും, അവർ വ്യഭിചാരം സാർവത്രികമാക്കും, അവരുടെ സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്, നമ്മുടെ സ്ത്രീകൾക്കും ആ അഭിവാഞ്ഞ വരും. അങ്ങനെ നമ്മുടെ നാട്ടിൻ്റെ സംസ്കാരം നഷ്ടപ്പെടും. അല്ലാതെ ഭരണം മാറണല്ല അവരെ പ്രശ്നം. അപ്പൊ കൃത്യമായി മനസ്സിലായില്ലേ പറഞ്ഞത്? മൊറാലിറ്റിയാണ് അവരുടെ പ്രശ്നം അല്ലേ? ഒന്നിച്ചാ വിളിക്കണത്. അല്ലാതെ ആത്മജ്ഞാനികൾ, അത് ഹൈന്ദവ ജനതയുടേതാണെങ്കിലും ക്രൈസ്തവ ജനതയുടെയാണെങ്കിലും ഇസ്ലാം മതത്തിന് ആത്മജ്ഞാനികൾ എന്നും ഈ ലോകത്തുള്ള കാര്യങ്ങളിൽ വല്ലാതെ ശ്രദ്ധിക്കാത്തവരാണ്. എപ്പോഴെങ്കിലും ഒരു അനീതിയോ അധർമ്മമോ സദാചാരമായ ജീവിതത്തിന് വിരുദ്ധതയോ വരുമ്പോൾ മാത്രമേ അവരിടപെടൂ. 1502 പോർച്ചുഗീസ് അധിനിവേശം വരുന്നത് വാസ്കോഡി ഗാമയിലൂടെ. 1498 ഒന്നാം വരവ് വന്നു പോയിട്ട് 4-ാം കൊല്ലം പിന്നെ വന്നു. അതാണ് അധിനിവേശം, ആദ്യത്തെ അധിനിവേശം 1502. പിന്നെയും 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആര് ഭരിക്കുന്നത്? മഖ്ദൂം ഒന്നാമൻ. എന്താണോ ഇത് പറഞ്ഞ് മനസ്സിലാക്കാത്ത? എത്ര വട്ടം ഇത് പറഞ്ഞു? മഖ്ദൂം ഒന്നാമന്റെ മരണം എന്നാ?
1522 ജനനം 1467 1467 ജനിച്ച് 1522 ആര് വഹിക്കണത്? മഖ്ദൂം ഒന്നാമൻ. വാസ്കോടി നമ്മുടെ വരവോ ഒന്നാമത്തെ വരവിന്റെ സമയത്ത് വലിയ പണ്ഡിതനാണ് ആര്? മഖ്ദൂം. മക്കേ പോയൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. 1467 ജനിച്ചു. അധിനിവേശം വരുന്നത് 1502 അപ്പൊ മഖ്ദൂമിന് എത്ര വയസ്സാ? 39 വയസ്സ്. പോയി തിരിച്ചു വന്നു. എവിടുന്ന്? മക്കയിലും പിന്നെ ഈജിപ്തിലൊക്കെ പോയി പഠിച്ച് ലോകം കണ്ട പണ്ഡിതനായി മുഹദ്ദിസുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ എന്നൊക്കെ പേര് കിട്ടി തിരിച്ചു വരികയാണ്. വന്നിട്ടുണ്ട് കേരളത്തിൽ. പൊന്നാനി പള്ളിയുടെ നീക്കുപോക്കിലാണ്. പൊന്നാനി പള്ളി ഉദ്ഘാടനം ചെയ്യുന്നത് അധിനിവേശം. പൊന്നാനി പള്ളിയുടെ ഉദ്ഘാടനം ഏതാ വർഷം? 1510. അന്ന് വരെ കേരളത്തിലെ അത്ഭുതകരമായ പള്ളിയാണ് ഏത്? പൊന്നാനി പള്ളി. മഖ്ദൂം ഒന്നാമൻ. വലിയ ദർസും കാര്യമൊക്കെ. അതുകൊണ്ടാണ് പോർച്ചുഗീസുകാരെ ചുട്ട് തിരിഞ്ഞില്ല. എന്തുകൊണ്ട്? വേദനിപ്പിക്ക. എവിടെയാണോ ധർമ്മം നിലനിൽക്കാൻ ഇല്ലാതെക്ക, എവിടെയാണോ ധർമ്മം ഉള്ളത് ആ ധർമ്മം ഇല്ലാതെക്ക, എവിടെയാണോ മനുഷ്യൻ ദൈവാരാധനയും മറ്റുമൊക്കെ ആളുകൾക്ക് ദൈവത്തോടുള്ള താല്പര്യവും ആരാധനയും കൂടുതൽ കാണുന്നു അതാണ് നശിപ്പിക്കാം. ഈ പള്ളി 1510 പണി പൂർത്തിയായത്. പിന്നെ 12 കൊല്ലം മഖ്ദൂം മരിച്ചു. 1522. 1510 പൊന്നാനി പള്ളിയിൽ ഉദ്ഘാടനം. മഖ്ദൂം ഒന്നാമൻ നമ്മുടെ ഗസാലി. നമ്മളിപ്പോ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ആരെയാ? മഖ്ദൂമിനെ. മഖ്ദൂം ഷാഫി മദ്ഹബ് ശരിക്കും പഠിച്ചതാണ് ആര്? മഖ്ദൂം ഒന്നാമൻ. ഇപ്പൊ നമ്മളിപ്പോ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാ? മഖ്ദൂമിനെ. നമ്മളെ നേതാവ് മഖ്ദൂമാണ്. 500 കൊല്ലത്തിനുള്ളിൽ മഖ്ദൂമിന്റെ അല്ലാത്തൊരു ശിഷ്യൻ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു സുന്നി. ഈ സുന്നി അല്ലാത്തവരും പിന്നെ ഒരു മാർഗം തെറ്റിപ്പോയതാണെങ്കിലും അടിസ്ഥാനം ദീൻ പഠിച്ചത് എവിടുന്ന? മഖ്ദൂമിയത്തിൽ നിന്നാണ്. എൻ്റെ ഉസ്താദിന്റെ ഉസ്താദ് അങ്ങനെ 500 കൊല്ലം പഠിച്ചാൽ അത് ആരായിരിക്കും? മഖ്ദൂമായിരിക്കും. അത് ശംസുലമാണെങ്കിൽ കണ്ണിയത്താണെങ്കിൽ ബാഫക്കത്തങ്ങളും പൂക്കോയത്തങ്ങളും ഒക്കെ ആണെങ്കിലും ഇവരുടെ ഉസ്താദ്മാർ എവിടെ എത്തും? മഖ്ദൂമിലെത്തും. നമ്മളൊക്കെ മഖ്ദൂമിന്റെ ശിഷ്യന്മാരാണ്. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ. അള്ളാഹു ആ നേതാവിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളെ പോയി കാണാനും, ആ കൂട്ടത്തിൽ ഫിർദൗസിൽ കയറാനും, ആ കൂട്ടത്തിൽ കൗസർ കുടിക്കാനും, ആ കൂട്ടത്തിൽ ലിവാഉൽ ഹംദിൽ നിൽക്കാനും അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാനൊരു മഖ്ദൂമിയാണ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ കുടുംബം അല്ലെങ്കിൽ പോലും നമ്മൾ മഖ്ദൂമിയാണ്. നമ്മുടെ നേതാവ് ആരാണ്? മഖ്ദൂമാണ്. നമ്മൾ ഷാഫി അല്ലേ? അതെ, നമ്മൾ ഷാഫി മദ്ഹബിനെ ആരിലൂടെ പഠിച്ചു? മഖ്ദൂമിലൂടെ. മഖ്ദൂമിന്റെ രീതി നമ്മളെ രീതി. അതുകൊണ്ടാണ് മങ്കൂസ് മൗലൂദിനോട് നമുക്ക് ഇത്ര ഇഷ്ടം. നമ്മളെ ഏതോടും ഓതുമെങ്കിലും പ്രധാനമായി ഓടുക എന്താണ്? എന്തുകൊണ്ട്? ലഭ്യമായ ചരിത്രം അനുസരിച്ച് അത് ആദ്യം അതുണ്ടാക്കിയതാരാ? മഖ്ദൂം ഒന്നാമൻ. ഈ മഖ്ദൂമാണ് എന്ത് ചെയ്യണ്? നാവികപ്പടൊക്കെ കൽപ്പന കൊടുക്കുന്നത് ആർക്ക്? സാമൂതിരിക്ക്. അതിന് മഖ്ദൂമിന്റെ മുരീദിനെ തന്നെ അതിന് പ്രേരിപ്പിച്ചു. ഈ സൈനിക ക്യാപ്റ്റനായിട്ട് നിശ്ചയിക്കുന്നത് ആരെയാ? സാമൂതിരിയുടെ നാവികപ്പടയുടെ ക്യാപ്റ്റനാണ് ആര്? കുട്ടി അഹമ്മദ് മരക്കാർ അലി. ഇയാളെ ഖാദിരിയത്തും സ്വീകരിച്ചിട്ടുണ്ട്. ആരുടെ കയ്യിൽ നിന്ന്? മഖ്ദൂമിൽ നിന്ന്. അയാളുടെ ബാപ്പയാണ് ഇസ്മായിൽ മരക്കാർ. വംശജന. തുർക്കി വന്നെന്ന് ഇവിടെ നാട്ടുകാരനായി. ഇസ്മായിൽ മരക്കാർ ഖാദിരിയാണ്. ആരുടെ കയ്യിൽ നിന്ന് ത്വരീഖത്ത് വാങ്ങി? മഖ്ദൂമിന്റെ കയ്യിൽ നിന്ന്. ശാഫിഈയുമാണ്. മനസ്സിലായില്ല? ഇസ്മായിൽ മരക്കാർ അരിക്കച്ചവടക്കാരനാണ് കോഴിക്കോട്ടെ അക്കാലത്തെ. ശൈഖ് മഖ്ദൂം ത്വരീഖത്ത് ഖാദിരിയത്ത്. 4 കുഞ്ഞാലി മരക്കാരും ഖാദിരികളാണ്. അവസാനത്തെ കുഞ്ഞാലി മരക്കാരെ കൊല്ലുമ്പോൾ മുറാഖബയിലാണ്. അവസാനത്തെ കുഞ്ഞാലി മരക്കാരും മിണ്ടുന്നില്ല, മുറാഖബയിലാണ്. അതായത് ഒരു ഏകാന്ത ധ്യാനം. അതാണ് മുറാഖബ. പോർച്ചുഗീസുകാരെ കൊല്ലാണ്. ആരെ? 4 കുഞ്ഞാലി മരക്കാരെ അരിഞ്ഞ് പീസായി കൊല്ലുകയാണ്. ആരെ? കുഞ്ഞാലി മരക്കാരെ കൊല്ലുകയാണ്. ആര്? പോർച്ചുഗീസുകാർ. എവിടെ കൊണ്ടുപോയി? അന്ന് അവരെ തലസ്ഥാനാണ് ഇത്, ഗോവ. പാറക്കുട്ടി, ഞാൻ ഇന്നലത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞില്ലേ? ഇന്നലത്തെ പ്രഭാഷണത്തിലുള്ളവരാരാ? ഇതില്ലേ? ഇന്നലെ ഇജുണ്ടല്ലോ. പിന്നെ ആരാ? ഇജുണ്ടല്ലേ?
അള്ളാഹ് പ്രഭാഷണത്തിൽ പറഞ്ഞ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ എന്തോ അതിൻ്റെ ഒരു ഭാഗം പറഞ്ഞല്ലോ, പോർച്ചുഗീസുകാർ. ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ ലോകത്തെ കഞ്ചാവിൻ്റെ തലസ്ഥാനം ഏതാ? പാരഡൈസ് ഓഫ് ഹഷീഷ് ഏതാ? ഗോവ. എന്തുകൊണ്ട്? ഗോവ 400 ചിലാണ് ഭരിച്ചത് ആരാ? പോർച്ചുഗീസുകാർ. പിന്നെ അവിടെ മുസല്ലല്ല വിൽക്കുക. അവിടെ എന്താ വിൽക്കുക? അവിടെ മുസല്ലിൻ തസ്ബീമാലി കൊന്തയോ അല്ല വിൽക്കുക. അവിടെ രുദ്രാക്ഷമാലയോ കൊന്തയോ തസ്ബീമാലയോ രാമായണോ മഹാഭാരതമോ അല്ല അവിടെ വിൽക്കുക. അവിടെ ഖുർആനൊന്നുമല്ല അവിടെ വിൽക്കുക. അവിടെ വിൽക്കുക എന്താണ്? കഞ്ചാവ്. ഭയങ്കര ലോകത്തെ പാരഡൈസ് ഓഫ് ഹാഷിഷാണ്. കഞ്ചാവിൻ്റെ സ്വർഗമാണ് എന്ത്? ഗോവ. അതിരുവിട്ട രതി, വ്യഭിചാരം പറയാൻ പറ്റൂല. പരിധി വിട്ട വ്യഭിചാരം. അതിൻ്റെ നാടാണേത്? ഗോവ. എന്തുകൊണ്ട്? അവിടെ 400 കൊല്ലം ഭരിച്ചത് ഇന്ത്യക്കാരല്ല, പിന്നെ ആരാ? പോർച്ചുഗീസുകാരാണ്. സ്വതന്ത്രാനന്തര ഭാരതത്തിലും നൂറ്റാണ്ടുകൾ ഭരിച്ച് ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പിന്നെയും ഭരിച്ചത് ആരാണ്? മാഹിയിൽ ആരാ ഭരിച്ചത്? ഫ്രാൻസ്. അതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും കള്ള് ചോറിട്ടില്ല. ചോറിന് രക്ഷണില്ല. എന്തിനുണ്ട്? കള്ളുണ്ട്. വെള്ളത്തിനും ചോറിനും മാഹിന് വില കുറവില്ല. എന്തിനുണ്ട്? ഒരുത്തഞ്ഞ് കുഴങ്ങി വന്നാൽ വെള്ളത്തിന് 20 രൂപ കൊടുക്കണം, കള്ളുവാണെങ്കിൽ വെറുതെ കൊടുക്കും. മാഹി എന്തുകൊണ്ട്? സ്വതന്ത്രാനന്തര ഭാരതത്തിലും മാഹി ഭരിച്ചതാരാണ്? ഫ്രാൻസുകാരാണ്. ഫ്രാൻസുകാർക്ക് മര്യാദക്ക് എണീറ്റിട്ട് കാര്യം നിലത്തുറക്കണമെങ്കിൽ 2 പ്രകീടണം. അങ്ങനെയാണ് ആ രീതി. അങ്ങനെയാണ്. ഇതാണ് ആരെ എതിർക്കണത്? തലപ്പനമ്പൂരി തന്നെയാണ് മഹദൂമ എതിർക്കണത്. അല്ലെങ്കിൽ അവർ ഭരണത്തിൽ ഇടപെടൂല, അവർക്ക് താല്പര്യമില്ല. നമ്പൂരിക്കും പണിക്കർക്കും അവർക്ക് പണി വേറെയാണ്. സമൂഹത്തെ നേരാവേക്ക് നയിക്കലാണ്. അവരവരെ മതമനുസരിച്ച് അവരിതിൽ ഇടപെടൂല. പിന്നെ അവർ ഇടപെടേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ നാട്ടിൽ കള്ളുടിയന്മാരാവും, നമ്മളെ നാട്ടിൽ കഞ്ചാവുലിയന്മാരാവും, വ്യഭിചാരികളാവും, കുത്തൊഴിയും. ആരോ കാണാത്ത വ്യഭിചാരികൾ അന്നും ഉണ്ടാവും. വ്യഭിചാര രീതിയാവും. ഈ രീതി വളർന്നു. അതിനുവേണ്ടി 1-2 മഹായുദ്ധങ്ങൾ ഉണ്ടാക്കി. ഒന്നാം ലോക മഹായുദ്ധമാണല്ലോ ആദ്യത്തെ യൂറോപ്യൻ യുദ്ധം. ഏഷ്യയിൽ നടന്ന ഏറ്റവും അറിയപ്പെട്ട യുദ്ധം അല്ലേ? മുമ്പൊക്കെ പലതും നടന്നിട്ടുണ്ടെങ്കിലും ഏഷ്യയിലെ നേതൃത്വം നൽകിയ ആരാ? ടി. ലോറൻസ് ആരാ? ജാരസന്ധാനം. എന്താ പറഞ്ഞോ? 7 Pillars of Wisdom എന്നൊരു പുസ്തകമുണ്ട്. ആർക്ക്? ടി. ലോറൻസിന്. അതാണ് സത്യത്തിൽ എന്താ പറയുക, ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഏഷ്യൻ ചിത്രം അതിമനോഹരമായി വർണ്ണിച്ച പുസ്തകമാണ് 7 Pillars of Wisdom. ആരുടെ? ടി. ലോറൻസിൻ്റെ. ലോറൻസ് ഇംഗ്ലണ്ടിൽ നിന്ന് നടന്നു വരിക മക്കത്തേക്ക്. എന്താ പറഞ്ഞേ? ഇംഗ്ലണ്ടിൽ നടന്നു വരിക. എങ്ങോട്ട്? മക്കത്തേക്ക് നടന്നു. ഇതൊക്കെ പഠിക്കും. ജാരസന്ധാനം അതിൻ്റെ അപ്പുറമുണ്ട്. പറഞ്ഞാൽ ജനം ഉൾക്കൊള്ളൂല. എന്തിനാ ഇയാൾക്ക് പറഞ്ഞതെന്ന് പറയും. അവർക്കറിയില്ല, എനിക്കറിയാം. പറയാത്തത് പറയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഭയങ്കര കളിയാണ്. തനി ജാരസന്ധാനമാണ് ആര്? ടി. ലോറൻസ് ജാരസന്ധാന, ലോക അറിയപ്പെട്ട ജാരസന്ധാന. ഇന്ന് ലോകം മുഴുവൻ ജാരസന്ധാനങ്ങളാണല്ലോ. ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ രാഷ്ട്ര പ്രധാനമന്ത്രിമാർ ജാരസന്ധാനങ്ങളാണ്. നിങ്ങൾ ഇന്ത്യ കൂടെ ഇല്ല. എന്താ ഞാൻ പറഞ്ഞോ? ഇപ്പോൾ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ രാഷ്ട്ര നേതാക്കന്മാർ ജാരസന്ധാനങ്ങളാണ്. എന്തുകൊണ്ട്? ജാരസന്ധാനം സൽസന്ധാനം എന്നൊരു ചർച്ച ഇപ്പോൾ ഇല്ല. എത്രയോ ജാരസന്ധാനങ്ങൾ പറഞ്ഞ അങ്ങനെ പോവും. എത്രയോ ജാരസന്ധാനം. പ്രധാനമന്ത്രിമാർക്ക് ജാരസന്ധാനങ്ങൾ ഉണ്ടായതിനു ശേഷം നാട്ടിനെ കണ്ണിൽ പൊടി 2 കുട്ടികൾ ജനിച്ചതിന് ശേഷം കല്യാണം, ഈ അടുത്ത കാലത്ത് കഴിഞ്ഞതിൻ്റെ മേലത്തെ കൊല്ലം കല്യാണം കഴിച്ച പ്രധാനമന്ത്രിമാരും ലോകത്തുണ്ട്. എന്തേ പറഞ്ഞോയോ? എന്താ പറഞ്ഞേ? 2 ജാരസന്താനങ്ങൾ ജനിച്ചു. ആർക്ക്? ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക്.
കല്യാണം കഴിച്ചിട്ടില്ല. പ്രധാനമന്ത്രിക്ക് എന്ത് ചെയ്തു? കല്യാണം കഴിക്കണമല്ലോ. കല്യാണത്തിലൂടെ എല്ലാത്തിനെല്ലാം എല്ലാം മതങ്ങളും മനസ്സിലാക്കി എല്ലാ മോറൽ സൊസൈറ്റിയും എന്തായിട്ട് കണക്കാക്കുക? ജനസന്താനം ഹിന്ദുക്കൾ ജനസന്താനമായി കണക്കാക്കും. ജനസന്താനം കുറച്ച് അതിന്റെ കൂട്ടത്തിലുണ്ടാവും. അങ്ങനെയല്ലേ പറയാ? കണി കാണാൻ വയ്ക്കൂല. അതിന്റെ എന്റെ കണ്ടനല്ലേ ഒരു മൊറാലിറ്റി അവർക്കുണ്ടല്ലോ. ആർക്ക്? ഞങ്ങൾ ഹിന്ദുക്കൾക്ക് മൊറാലിറ്റി ഉണ്ട്. ജനസന്താനം അവർ അംഗീകരിക്കൂല. ക്രിസ്ത്യാനിറ്റി അംഗീകരിക്കൂല, ഇസ്ലാം അംഗീകരിക്കും, ജൂതന്മാർ അംഗീകരിക്കൂല. എന്നാൽ ഇപ്പോഴോ ഇന്ന് ലോകത്തുള്ള എത്രയോ പ്രധാനമന്ത്രിമാർ ജനസന്താനം. പ്രധാനമന്ത്രിക്കല്ലേ ജനസന്താനം ഉണ്ടായി. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആരാണ്? പറയൂ. പ്രധാനമന്ത്രി, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആരാ? എന്നിട്ട് പ്രധാനമന്ത്രിക്ക് എന്തുണ്ടായി? ജനസന്താനം ഉണ്ടായി. റെസ്റ്റോറന്റിൽ കയറിയായിരുന്നു പ്രധാനമന്ത്രി അതിന് മുമ്പ്. മനസ്സിലായോ? അപ്പൊ ഹായ് നറു. അപ്പൊ ഇങ്ങോട്ട് ഹായ് നറു. അപ്പോ എന്താ പിന്നെ പോവല്ലേ? അങ്ങനെ പോയി. അതിൽ കുട്ടിയുണ്ട്. അവർ കല്യാണം അതാണ്. ഒരു റെസ്റ്റോറൻറ്റാണ് ചിലപ്പോൾ ഉണ്ടാവുക. ഒരു കല്യാണം കഴിക്കുക. പിന്നെ അങ്ങനെ പോകും. 2, 3, 4 ചിലപ്പോൾ 1 കൊല്ലോ 2 കൊല്ലോ അങ്ങനെ കഴിഞ്ഞു. അതിനിടെ ഒരു കുട്ടി ഉണ്ടാവാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. അതിനെ അനാഥശാലയിൽ ഏൽപ്പിക്കും. അനാഥശാലയിലല്ല, അങ്ങനത്തെ കെയറിങ് ഹോമുകളുണ്ട്, അവിടെ ഏൽപ്പിക്കും. അവർ ചിലപ്പോൾ എന്ത് പറയും? എന്നാ ഹായ്, അടുത്ത ഹായ്, അടുത്ത ഹായ് എന്ന് പറഞ്ഞാൽ വിട്ടു, ബൈ, വിട്ടു, ബൈ ബൈ. ആദ്യം ഹായ്, പിന്നെ ബൈ. ആദ്യം ഒരു ഹായ്, ബൈ ആവുമ്പോൾ പറയും ബൈ ബൈ, പിന്നെ അടുത്ത ആൾ. അതാണ് അവരുടെ കൾച്ചർ. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ 1-ാം ലോക മഹായുദ്ധത്തിൽ യൂറോപ്പിൻ്റെ സൈഡിൽ നിന്ന് നിയന്ത്രിച്ചത് ടി ലോറൻസാണ്. ടി ലോറൻസ് ഒറിജിനൽ ആരാണ്? ജാരസന്താനാണോ? പഠിക്ക്. ഞാനങ്ങനെ വെറുതെ പറയുമ്പോഴുണ്ടോ? ഞാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നില്ല ഇത് പറയണത്. അവരാണ് ഷരീഫ് വാലിബിന് അയാളെ സഹായം വാങ്ങിയത് തങ്ങൾ പാപ്പ. എല്ലാവർക്കും കഴിച്ചിട്ടുണ്ട്. സുന്നിയൊക്കും കഴിച്ചു, വാബിയൊക്കെ ഏതായാലും കഴിച്ചു. സുന്നിയൊക്കും കഴിച്ചു. എന്താ സുന്നിയൊക്കെ കഴിച്ചത്? അധികാരത്തോടുള്ള അധികാരപ്രമത്തത, അധികാരം കിട്ടണം. എന്നെ അതിനുവേണ്ടി ഈ ജാരസന്താനത്തെ ഷരീഫ് വാലിബ് ഉപയോഗിച്ചു. അതുകൊണ്ട് മക്ക നഷ്ടപ്പെട്ടു. പിന്നീട് വന്ന ഭരണാധികാരികൾ യൂറോപ്പിനെ പകർത്തി. ഇന്ന് യൂറോപ്യൻ മക്കയാണ്. നിങ്ങൾക്ക് അടുത്തതായി എന്നെ കുറ്റം പറയാം. നിങ്ങൾക്ക് എന്നെ ദീനിൽ നിന്ന് പുറത്താക്കാൻ വീണ്ടും ഞാൻ അവസരം തന്നിരിക്കുന്നു. ഒരു മുസ്ലിം എന്നെ വിളിച്ച് പറഞ്ഞത്, നിങ്ങൾ പടി കൊടുത്തതല്ലേ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടി കിട്ടിക്കോട്ടെ എന്നാണ്. അപ്പം ഞാൻ ആ മൂലയോട് തിരിച്ചു വെച്ചു, ഞാൻ എന്നാണ് വടി കൊടുക്കാത്തൊരു കാലമുണ്ടായത്? ഞാനെൻ്റെ ഈ കഴിഞ്ഞ 25 കൊല്ലത്തിനുള്ളിൽ വടി കൊടുത്തിട്ടേ ഉള്ളൂ ശത്രുക്കളെ കയ്യിൽ. വടി കൊടുത്തതല്ലാത്തൊരു ആയുസ് 25. പിന്നെ പണ്ട് ഞാൻ വടി കൊടുത്ത വിവരം അറിഞ്ഞു വരുമ്പോഴത്തേന് നേരം പോകും. അപ്പം അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണെന്ന് അറിഞ്ഞിട്ട് പിന്നെ ആരും മിണ്ടൂല. ഇപ്പം അങ്ങനെയല്ല. ഇന്ന് നമ്മൾ ബടി കൊടുക്കുമ്പോൾ നമ്മൾ തൊള്ളിന്ന് വിടുമ്പോഴത്തിന് ബടി വേറെ കയ്യിലെത്തും. അതാ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മുഹമ്മദ് എന്ന് പറഞ്ഞത് വളരെ വലിയൊരു വാക്കാണ്. ഇതിനൊക്കെ ആധാരമായി എഴുതിയതാണ് തിരുദൂതർ നിയോഗം എന്ന പുസ്തകം. 2ാം സെക്കൻഡ് പാർട്ട് ഞാൻ തിരുദൂതർ ധർമ്മം എന്ന പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകത്തിൽ തന്നെ ഒരു 70% വിവരങ്ങളും വെട്ടിക്കളയും. 30% പുറത്തു വരും. ആ 30% പോലും ജനങ്ങൾ ഉൾക്കൊള്ളൂല. ഞാൻ ഇപ്പം നിങ്ങളോട് നിങ്ങളൊക്കെ വലിയ അഭ്യസ്തവിദ്യരാണല്ലോ, നിങ്ങളോടാണ് ഞാൻ എന്ത് പറയുന്നത്. കേംബ്രിഡ്ജിൽ നൂലില്ലാതെ ക്ലാസ് എടുക്കുന്ന വനിതാ പ്രൊഫസർമാർ ഉണ്ട്. കുട്ടികൾക്കാണ് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാവുന്നില്ലേ? അങ്ങനെയുണ്ട്. കുട്ടികൾക്കാണ് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു നൂല് പ്രൊഫസർക്കില്ല. അങ്ങനെയാണ്. എന്തുകൊണ്ട്? അതവിടെ പ്രശ്നമില്ല. നീ ആ രീതി എവിടെ വരും? അവിടെ വഴിവക്കലുള്ള വ്യഭിചാരം മറ്റും അത് വ്യഭിചാരമായിട്ട് കണക്കാക്കാനല്ല. അവർക്ക് അവരുടെ സുഖങ്ങൾ, ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു. അപ്പം നമ്മൾ അതിനെ ഒരു റോഡിൽ രണ്ടാളെത്തിയാൽ അസ്സലാമു അലൈക്കും, ഞാൻ എന്നെ അരിക്കോട് വെച്ചോ മറ്റോ കണ്ടു, അസ്സലാമു അലൈക്കും, ഞാൻ സാറേ എവിടേക്കാ പോണ്? ഞങ്ങൾ നാട്ടിൽ പോകണേ, ഞങ്ങൾ വണ്ടി സൈഡാക്കി നമുക്ക് വെള്ളം കുടിക്കാം. അല്ലേ അല്ല സാറേ വെള്ളം കുടിക്കാം. വണ്ടി സൈഡാക്കിയിട്ട് വെള്ളം കുടിക്കുമല്ലോ. അത്രേ ഉള്ളൂ. അവിടെ എന്ത് ഒരു വണ്ടി സൈഡാക്കലാണ് എന്ത് വ്യഭിചാരം. മുമ്പ് നമ്മൾ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ചായ കുടിക്കും പോലെയാണ് അവിടെ ബലാത്സംഗം നടക്കുന്ന പറഞ്ഞു. അയാളെ നമ്മൾ കളിയാക്കിയ സത്യ. നയനാര് അമേരിക്കയിൽ നമ്മൾ ചായ കുടിക്കും പോലെയാണ് അവിടെ ബലാത്സംഗം നടക്കുന്നത്. അയാൾ പറഞ്ഞ നേരാണോ?
അപ്പൊ അത് മനസ്സിലാക്കാൻ കഴിയാത്ത ആളാകളായിരുന്നു അന്ന് കേരളീയർ. അതുകൊണ്ട് ആ സാധുവിനെ വളരെ എന്താണെങ്കിലും സഹൃദയനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു. ആര്? നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. നായനാര് സഹൃദയനാണ്, വല്ലാത്തൊരു നല്ല മനുഷ്യനാണ്. മനസ്സിലാവുന്നത് അങ്ങനെ പറഞ്ഞത് സത്യമാണ്. എന്നുള്ള അവരുടെ രീതി അങ്ങനെയാണ്. ഇനി പറഞ്ഞു ഇവിടെ തൊലിയൊക്കെ നടു റോട്ടിൽ അത് നടക്കും. അത് രണ്ടാലും ഒരാൾ എതിർക്കൂല എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ? കിഴക്കൻ രാജ്യങ്ങൾ ഹെലനൈസേഷന് വിധേയമാവും. ഗ്രീക്ക് വൽക്കരണം, പരസ്യ ലൈംഗികത. മനസ്സിലാണ്ട് പറഞ്ഞത് അതന്നെ. ആണുങ്ങൾ ആൺകുട്ടികളെ കല്യാണം കഴിക്കുക, ആണുങ്ങളെ കല്യാണം കഴിക്കുക. ഇത് പണ്ട് ആയിരക്കണക്കായ കൊല്ലങ്ങൾക്ക് മുമ്പ് എവിടെ ഉണ്ട്? ഏതൻസിലുണ്ട്. ആയിരക്കണക്കായ കൊല്ലം. അതിപ്പോ എവിടെ വന്നു? പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുക. 5000 6000 കൊല്ലം മുമ്പ് ഈ സംഭവം എവിടെ ഉണ്ട്? ഏതൻസിലുണ്ടോ? അതിപ്പോ എവിടെ വന്നു? നമ്മക്ക് രണ്ടുകൂടാണ്. 2 പെണ്ണുങ്ങൾ കല്യാണം കഴിച്ചു. അതെന്താ സംഭവം? ഹെലനൈസേഷൻ വിധേയമായിപ്പോയതാണ്. ഇനി ഇതിന് പരക്കുണ്ടാവും. ഇനിയിപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു പെണ്ണ് 4 പെണ്ണ് 10 പെണ്ണ്. അപ്പം നമ്മൾ ഒരാൾ പറഞ്ഞാൽ തന്നെ മറ്റേ മൈമൂന സെക്കിനാനെ കല്യാണം കഴിച്ചത് നെഞ്ചൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം നമ്മളെന്താ പറയുക? എന്ന് തുടങ്ങിയ ഒരാളതിനെ എതിർക്കാൻ ഉണ്ടാവില്ല. യൂറോപ്യൻ സംസ്കാരത്തിലൂടെയും ഭാഷയിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും സംസ്കാരം കയറി വന്ന് നമ്മളെല്ലാം യൂറോപ്യനായി മാറി. ഇതാണ് ഖിയാമത്ത് നാൾ. കഴിഞ്ഞ് ഇതൊക്കെ എപ്പോഴും മാറാം. ഇപ്പം പറ്റില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ. ഞാൻ ഭരണകൂടങ്ങളെ രാഷ്ട്രീയത്തെ എതിർക്കല്ല കേട്ടോ. പക്ഷേ BJP കൊണ്ടുവരുന്ന ചില വാദങ്ങളെക്കാൾ അപകടമായിരിക്കാം ഇനിയില്ല ലിബറലിസ്റ്റ് സർക്കാരുകൾ. അത് വളരെ ദുരന്തമായിരിക്കും. ഞാൻ കോൺഗ്രസിന് എതിർക്കല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. കോൺഗ്രസ് ഒരു നിലക്ക് യൂറോപ്പിൽ നിന്ന് വന്നതാണ്, യൂറോപ്പിൻ്റെ സൃഷ്ടിയാണ് കോൺഗ്രസ്. അത് പറഞ്ഞ് നേരം പോയിക്കും. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.